കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിൻ്റെ പാദപ്പെടുത്തിയെങ്കിൽ നമുക്ക് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇപ്രകാരം ഒന്നിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടെയുള്ള ദൈവജനത്തോട് ഒരുമിച്ച് ഇപ്രകാരം ഒരു നല്ല അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കിയ അഭിഷിക്തനോടും ചിക്കാഗോയിലുള്ള സഭയോടും ഉള്ള പ്രത്യേകമായ നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാം നോക്കുകയാണെങ്കിൽ ലോകം വളരെ കൺഫ്യൂഷനിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എല്ലാവരും പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, വുക്ക വേൾഡ്, VUCA. അങ്ങനെയുള്ളൊരു വുക്ക വേൾഡ് ആണ്. എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാൻ കഴിയാതെ, അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അതിനെപ്പറ്റി അവർ ചിന്തിച്ചും വ്യാകുലപ്പെട്ടും കൊണ്ടിരിക്കുന്ന, വിദ്യാഭ്യാസ വ്യത്യാസമില്ലാതെ പണ്ഡിതനും പാമരനും ഉന്നത ശ്രേഷ്ഠരായ മനുഷ്യരും സാധാരണക്കാരായ മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും എല്ലാവരും ഒരുപോലെ കൺഫ്യൂസ്ഡായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ചിന്താകുലരായിട്ടിരിക്കുന്ന ഒരു കാലമാണ്. അതേ സമയത്ത് തന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന അനേകർ ഈ സമയത്ത് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് നാം വളരെ ജാഗരൂകരായിരിക്കണം. പലതും അവർക്ക് ദൈവം നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ ഒരു കൂടുതൽ മൈലേജ് ലഭിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് വചനത്തിനും വിപരീതമായിട്ടൊക്കെ പലതും ഇറക്കി സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. പലർക്കും കിട്ടിയിട്ടുമുണ്ടായിരിക്കും. അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ നടുവിൽ യഥാർത്ഥ ദൈവവചനം മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ഇവിടങ്ങളിലായിട്ട് 10 കന്യകമാരിൽ 5 പേര് വിളക്കിൽ എണ്ണയോടുകൂടെ കാത്തിരുന്നത് പോലെ കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അമേരിക്കയുടെ പ്രദേശങ്ങളിലും അപ്രകാരം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. 30-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. നാം ധാരാളം പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും അനേക പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ്. നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും, ഞാൻ ഇന്നലെ ഇരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഈ വാക്യം സംസാരിപ്പാനായിട്ട്, ഈ വാക്യത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് ദൈവം എന്നെ പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇപ്രകാരം ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ലോകമെമ്പാടും പഴയകാല സമയങ്ങളിൽ, ദുഃഖത്തിൻ്റെ സമയങ്ങളിൽ അവർ ശരീരത്തിൽ അവരുടെ ആഡംബര വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച്, സാധാരണ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച്, രട്ടുടുത്ത്, ദുഃഖത്തിൻ്റെ വസ്ത്രമുടുത്ത്, ചാക്കുശീലയുടുത്ത് അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് അതുമായിട്ടൊരല്പ വ്യത്യാസമേ ഉള്ളൂ. പുറമേ നോക്കിയാൽ നല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, പുറമേ നോക്കിയാൽ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. പക്ഷേ ഇന്നും രട്ടുടുത്ത അവസ്ഥയിലാണ് അനേകർ ആയിരിക്കുന്നത്. 1-2
ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നു, അതിനുശേഷം അരാം രാജാവായ ബെൻഹദദ് തൻ്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ട് ചെന്ന് ശമരിയയെ വളഞ്ഞു. ആ ഭാഗം താഴോട്ട് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഭാഗമാണ്. ബെൻഹദദ് ചെന്ന് സൈന്യത്തെ എല്ലാം വിളിച്ചുകൂട്ടി ശമരിയെ വളഞ്ഞു. ഒരു മനുഷ്യർക്കും ശമരിയയുടെ പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ ശമരിയയ്ക്ക് ചുറ്റും പട്ടാളങ്ങളുടെ ഒരു വലിയ കൂട്ടം. ആരെങ്കിലും പുറത്തിറങ്ങിയാൽ 2 ഓപ്ഷനേ അവരുടെ മുൻപിൽ ശേഷിക്കുന്നുള്ളൂ. ഒന്നുകിൽ അടിമയായിട്ട് പിടിക്കപ്പെടുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക. അവരെ പിടിച്ചുകൊണ്ട് പോയി നീ ഞങ്ങളുടെ കൂടെ വന്ന് രാജകീയമായിട്ട് താമസിച്ചോ എന്ന് പറയുന്ന ഒരു സന്ദർഭം അവരുടെ മുൻപിൽ വരുന്നില്ല. അവരുടെ മുന്നിൽ അതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ഭയത്തോടെ അകത്ത് ഒന്നുമില്ലെങ്കിലും പച്ചവെള്ളം കുടിച്ചോണ്ടായാലും ജീവനെ പേടിയുള്ളതുകൊണ്ട് അകത്തിരിക്കാമെന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലാണ് ഇപ്പോൾ ശമര്യയിലുള്ള ജനമായിരിക്കുന്നത്. ഒരു പരിധി വരെ നോക്കിയാൽ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. വീടിന് പുറത്തിറങ്ങാനായിട്ട് കഴിയാതെ വീടിനകത്തുള്ളിൽ ഒതുങ്ങിക്കൂടി രാഷ്ട്രത്തിൻ്റെ നിയമമനുസരിച്ചായാലും കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചായാലും പുറത്തിറങ്ങുവാൻ കഴിയാതെ വളരെ ഒരു നിരോധിത അവസ്ഥയിൽ 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം തളയ്ക്കപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ലോകത്ത് പലരൊക്കെ ഇത് ഇപ്പം ലേറ്റസ്റ്റായിട്ട് കേരളത്തിലെ ഒരു ഭവനത്തിൽ ആർക്കെങ്കിലും കോവിഡ് ഉണ്ടായി കഴിഞ്ഞാലും അവർ ബാക്കിയുള്ളവരൊക്കെ വെളിയിലിറങ്ങി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ സ്പ്രെഡ് ആകുന്നതെന്നൊരു റിപ്പോർട്ട് വന്നതനുസരിച്ച് അവർ പുതിയൊരു നിയമം ഉണ്ടാക്കി. ഒരു ഭവനത്തിൽ നിന്ന് ക്വാറന്റൈൻ തെറ്റിച്ച് ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവർ സ്വന്തം ചെലവിൽ വെളിയിൽ ക്വാറന്റൈനിൽ താമസിക്കേണ്ടി വരുമെന്ന് അങ്ങനെ ഒരു തീരുമാനം അവർ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. കാരണം അത് ഞാനിവിടെ പറഞ്ഞതിൻ്റെ കാരണം, ശമര്യയിൽ ജനം പുറത്തിറങ്ങുവാൻ കഴിയാതെ ആയിരിക്കുന്നത് പോലെ അവിടെ നാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുറത്തിറങ്ങുവാൻ കഴിയാതെ അടയ്ക്കപ്പെട്ട, പണ്ട് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാമായിരുന്നു, എവിടെ വേണമെങ്കിലും പോകാമായിരുന്നു. വെളിയിലോട്ട് ഇറങ്ങണമെന്ന് തോന്നിയാൽ ചാവി എടുക്കുക, കാർ എടുക്കുക, പോവുക, അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം വെളിയിലോട്ട് ഇറങ്ങുന്നതിന് മുൻപ് 4 പ്രാവശ്യം ചിന്തിക്കും, ഞാൻ വെളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ, അതോ ഞാൻ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചാൽ മതിയോ, ഞാൻ പോയി ആ ആളിനെ കാണേണ്ട ആവശ്യമുണ്ടോ, അതോ ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതിയോ, ഞാൻ ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ വർക്ക് ഫ്രം ഹോം ചെയ്താൽ മതിയോ. എല്ലാ കാര്യങ്ങളും അകത്ത് ഒതുക്കി നിർത്തി ചുവരുകൾക്കുള്ളിൽ അടക്കി ഒതുക്കി നിൽക്കുന്ന അവസ്ഥ. ശമര്യയിലെ സ്ഥിതി അല്പം കൂടെ കഠിനമാണ്. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 കപ്പ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കുതിച്ചുയർന്ന ഭക്ഷണ സാധനങ്ങളില്ല. അവർക്ക് ഭക്ഷിപ്പാനായിട്ട് ആവശ്യമുള്ളതൊന്നുമില്ല. അവർക്ക് കൃഷി സാധനങ്ങൾ അവരുടെ സ്റ്റോക്ക് വെച്ചിരുന്നത് വർഷം തോറും അവർ ശേഖരിച്ച് അവരുടെ പത്തായത്തിലോ നിലവറയിലോ ഒക്കെ സൂക്ഷിച്ചിരുന്നത് ഒക്കെ സ്റ്റോക്കെല്ലാം തീർന്നു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് അങ്ങനെ ആയിരിക്കാവുന്ന ഒരു സമയം രാജാവ് മതിലിൻ്റെ പുറത്തുകൂടെ നടക്കുകയാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പലരും ചെയ്യാറുണ്ട്. സ്കൂളിൻ്റെ ബൗണ്ടറി മതിലെ കൂടെ ഒക്കെ കയറി ഇങ്ങനെ ബാലൻസ് ചെയ്ത് ആകെ ഒരടിയായിരിക്കും ആ മതിലിന് വീതി. അതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ അപ്പുറം ഇപ്പുറം വീഴാതെ ബാലൻസ് ചെയ്ത് നടന്നിട്ടുകൊണ്ടായിരിക്കാം.
എന്നാൽ രാജാവ് അങ്ങനെ ഒരു ചെറിയ മതിലേൽ കൂടെ അല്ല നടക്കുന്നത്. രഥങ്ങൾ പോലും ഓടുവാൻ കഴിയുള്ള വളരെ വീതിയുള്ള ആ മതിലിൻ്റെ പുറത്തുകൂട് രാജാവ് ഇങ്ങനെ നടക്കുകയാണ്. ആ 24 തൊട്ട് താഴോട്ടുള്ള വാക്യം വായിച്ചാൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഒരു രാജാവ് മതിലിൻ്റെ പുറത്തുകൂടി നടന്നു എന്നുള്ളതിന് എന്താണ് ഇത്ര പ്രാധാന്യം? അടുത്ത വാചകം കൂടെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് രാജാവ് ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടു. അവൻ രാജവസ്ത്രം ധരിച്ചിട്ടുണ്ട്. പുറമേ നോക്കിയാൽ ഏതു മനുഷ്യനും മനസ്സിലാകും രാജാവാണ് നടന്നു പോകുന്നതെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ മതിലിൻ്റെ താഴെ നിന്ന് 2 സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു, രാജാവേ, ഞങ്ങളെ രക്ഷിക്കണം. രാജാവ് വളരെ കാഷ്വലായിട്ടൊരു ഉത്തരം പറഞ്ഞു, ദൈവം രക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെ നിന്ന് രക്ഷിക്കാനാ? എന്നാലും നിങ്ങളുടെ സങ്കടം എന്തുവാ ഒന്ന് കേൾക്കട്ടെ. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം തീർന്നു, ജീവൻ നിലനിർത്താനായിട്ട് ഒരു മാർഗവുമില്ല. ഞങ്ങൾ 2 സ്ത്രീകൾ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. ഒരു ദിവസം നമുക്ക് ഒരു കുഞ്ഞിനെ പാകം ചെയ്ത് ഭക്ഷിക്കാം, അടുത്ത ദിവസം മറ്റേ കുഞ്ഞിനെയും പാകം ചെയ്ത് ഭക്ഷിക്കാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവിന് സഹിക്കാൻ പറ്റിയില്ല. ആ ഷോക്കിൽ, ആ ഞെട്ടലിൽ അവൻ പെട്ടെന്ന് വസ്ത്രം വലിച്ചു കീറി. വസ്ത്രം വലിച്ചു കീറിയപ്പോഴാണ് നടന്നത് മതിലിൻ്റെ മണ്ടയ്ക്കൂടാണെങ്കിലും നടന്നുകൊണ്ടിരുന്നത് ഒരു വലിയ രാജാവിൻ്റെ വസ്ത്രം ധരിച്ച് വലിയ രാജപ്രഭയോടെ ആയിരുന്നെങ്കിലും വസ്ത്രം വലിച്ചു കീറി കഴിഞ്ഞപ്പോൾ ചുറ്റുപാടുമുള്ളവർ, മതിലിൻ്റെ താഴെയുള്ളവരൊക്കെ കണ്ടു, ഈ പുറമേയുള്ള വസ്ത്രത്തിൻ്റെ അകത്ത് ശരീരം പറ്റെ രട്ടുടുത്തിരിക്കുന്ന ഒരു രാജാവിനെ. ഇന്ന് ലോകത്തിൻ്റെ മുൻപിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതുപോലുള്ള അനേകരുണ്ട്. നാം ഇടപെടുന്നവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള അനേകരുണ്ട്. പുറമേ നോക്കിക്കഴിഞ്ഞാൽ നല്ല വസ്ത്രധാരണയാണ്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും കാണാതെ ഈ പുറമേയുള്ള വസ്ത്രത്തിനകത്ത് പറ്റെ രട്ടെടുത്തിരിക്കുന്ന അനേകർ. പുറമേ നോക്കിയാൽ വീടുണ്ട്, പുറമേ നോക്കിയാൽ കാറുണ്ട്, പുറമേ നോക്കിയാൽ വിദ്യാസമ്പന്നരായ മക്കളുണ്ട്. കാണുന്നവർ ചോദിക്കും, മൂന്നാമതൊരാൾ ചോദിക്കും, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരുവൻ, നല്ല കമ്പനിയിൽ, പേരുകേട്ട കമ്പനിയിൽ ജോലിയുണ്ട്, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ പുറമേ ഉള്ളവർ പറയും. പക്ഷേ രാജാവ് ദേഹം പറ്റെ രട്ടെടുത്തിരിക്കുന്നത് പോലെ, ദേഹം പറ്റെ രട്ടെടുത്തിരിക്കുന്ന അവസ്ഥ. പുറമേ കാണുന്നതല്ല ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥ, മറിച്ച് പുറമേ പലരും കാണാതെ അകത്തിൻ്റെ അകത്ത് തേങ്ങലുകളുമായിട്ട് ജീവിക്കുന്ന, ദുഃഖവുമായിട്ട് ജീവിക്കുന്ന, പ്രയാസവുമായിട്ട് ജീവിക്കുന്ന, രോഗവുമായിട്ട് ജീവിക്കുന്ന, ആരോടും ഒന്ന് ഉള്ളു തുറന്നു പറയാൻ കഴിയാതെ ആയിരിക്കുന്ന അനേകർ. ഞാൻ ചിലരോട് സംസാരിക്കുമ്പോൾ, കൗൺസിലിംഗ് നടത്തുമ്പോൾ അവർ പറയാറുണ്ട്, സാറേ, പുറമേ കാണുന്ന ഒരു ചിരിക്കുന്ന മുഖമല്ല എൻ്റെ യഥാർത്ഥ ജീവിതം. അവരോട് ദീർഘമായിട്ട് സംസാരിക്കുമ്പോൾ അവരവരുടെ ഉള്ളു തുറക്കും, പറയും, ബാത്റൂമിൽ കയറിയിട്ട് ടാപ്പ് ശക്തിയായി തുറന്നു വെക്കും, വെള്ളം വീഴുന്ന ശബ്ദത്തിനിടയ്ക്ക് എൻ്റെ കരച്ചിലാരും കേൾക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് മുഖമെല്ലാം കഴുകി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇറങ്ങി വരും. ആരും കാണാതെ ശരീരം പറ്റെ രട്ടെടുത്തിരിക്കുന്നു. ഇവിടെ പുറമേ ഉള്ള രട്ട് പലർക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാം, എന്നാൽ അകമേയുള്ള രട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഇന്ന് ഈ സമയത്ത് ദൈവാത്മാവിൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ.
രട്ടിനെ മാറ്റി, നാം സങ്കീർത്തന പുസ്തകത്തിൽ വായിച്ചതുപോലെ രട്ടിനെ മാറ്റി സന്തോഷമുടുപ്പിച്ച വിഷയം. ഇവിടെ രാജാവിന് ധരിക്കാനായിട്ട് രട്ട് എത്രയൊക്കെ ആയാലും രാജകൊട്ടാരത്തിൽ ധാരാളം വസ്ത്രങ്ങൾ കാണും. ഇതല്ലാതെ അവന് ധരിക്കാൻ വസ്ത്രമില്ലാഞ്ഞിട്ടല്ല, ദൈവം അവന് ഒരു പ്രവാചകന്റെ കയ്യിലോ ഒരു സുവിശേഷകന്റെ കയ്യിലോ അല്ലെങ്കിൽ മറ്റാരുടെയും കയ്യിൽ ഒരു പുതിയ വസ്ത്രം കൊടുത്തയക്കുകയല്ല ചെയ്തത്. മറിച്ച് അവൻ രട്ടൊടുക്കാനായിട്ട് കാരണമായ ആ വിഷയത്തിന്മേൽ തൊടുകയാണ് ചെയ്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാജാവ് പെട്ടെന്ന് ക്ഷുഭിതനായിട്ട് പറഞ്ഞു, എലിശയുടെ തല അവൻ്റെ ശരീരത്തിലിരുന്നാൽ യഹോവ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ. എലിശ കൂടിയിരുന്ന മൂപ്പന്മാരോട് പറഞ്ഞു, ആ കുലപാതകൻ എന്നെ പിടിക്കാനായിട്ട് ആളുകളെ അയക്കുന്നുണ്ട്, നിങ്ങൾ വാതിലടച്ച് അവരെ തടഞ്ഞു വയ്ക്കണം. മുൻപിൽ ഒരാൾ വന്നു, പുറകെ രാജാവ് വന്നു. അവിടെ എലിശ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പും ശേക്കലിന് 2 സെയ യവവും വിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, രാജാവ് ശരീരത്തിൽ പറ്റേ രട്ടൊടുത്തിരിക്കുന്നത് മാറ്റാനായിട്ടൊരു വസ്ത്രം കൊടുത്ത് അയക്കുകയല്ല ദൈവം ചെയ്തത്. മറിച്ച് രട്ടൊടുക്കാനായിട്ട് എന്താണ് കാരണമായി തീർന്നത്, ആ വിഷയത്തെ തൊടുകയാണ് ചെയ്തത്. ഇന്ന് ഈ സമയത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എളുപ്പമാണ്, ഒരു ഡ്രസ്സ് മാറ്റിയിടാനായിട്ട് എളുപ്പമാണ്, എന്നാൽ ആ രട്ടിന് കാരണമായിരിക്കുന്ന വിഷയത്തെ തൊടാനായിട്ടാണ് ഇന്ന് ഈ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നത്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റെ കണ്ണുകളെ ഈർണണിയിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ദുഃഖത്തിൻ്റെ പാതാളത്തിലേക്ക് വലിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തെ തൊടാനായിട്ടാണ് ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അതിന് ഇന്ന് ഈ സമയത്തും ശക്തനാണ്. അതൊന്ന് ഊന്നി പറയാനായിട്ട് ഞാൻ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അതിൻ്റെ 7-ാം അധ്യായത്തിൽ യേശുവും ശിഷ്യന്മാരും കൂടെ അതിൻ്റെ മുമ്പിലത്തെ ദിവസം കഫർന്നഹൂമിലൊക്കെ ശുശ്രൂഷിച്ചതിന് ശേഷം വേഗം നയീൻ പട്ടണത്തിലേക്ക് പോകുകയാണ്. ശിഷ്യന്മാർ രാവിലെ, അതൊന്നും അവിടെ എഴുതിയിട്ടില്ല, ഞാൻ ഭാവനയിൽ കാണുകയാണ്, രാത്രി വളരെ വൈകിയാണ് ശുശ്രൂഷകൾ അവസാനിച്ചത്. ശിഷ്യന്മാര് യേശുവിനോട് പറഞ്ഞു കാണും, ഗുരു, ഇത്ര രാവിലെ പോകാതെ കുറച്ചുകൂടെ നമുക്ക് സാവകാശത്തിൽ പോകാം. യേശു പറഞ്ഞു, അല്ല, എനിക്ക് പെട്ടെന്ന് പോയേ ഒക്കുള്ളൂ. യേശുവിനറിയാം, ശരീരം പറ്റേ രട്ടൊടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാതാവുണ്ട്, കരഞ്ഞ് കണ്ണ് കലങ്ങിയ ഒരു മാതാവുണ്ട്. പലരും ഈ മാതാവിൻ്റെ കണ്ണുനീര് കണ്ടില്ലെങ്കിലും ദൂരെ ഇരുന്നു കൊണ്ട് യേശു ആ കണ്ണുനീര് കണ്ടു. അവിടുന്ന് നയീനിലേക്ക് നടന്നു പോകുന്ന സമയത്ത് യേശു അന്ന് പോയിരുന്നത് പലപ്പോഴും നമുക്കറിയാം, ഒന്നുകിൽ കാൽനടയായിട്ട്, അല്ലെങ്കിൽ വള്ളത്തിൽ, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പുറത്ത്. ഇംപാലായും റോൾസ് റോയ്സും BMW ഒന്നും യേശുവിന് കയറാനായിട്ടില്ലായിരുന്നു. ഒരു സാധാരണ യാത്രക്കാരനായിട്ടാണ് യേശു സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ നടക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പറഞ്ഞു കാണും, ഗുരു, ഒരു പണ്ടൊക്കെ ഈ ആലിൻ്റെ ഒക്കെ ചുവട്ടിൽ ചുമട് താങ്ങികൾ പോലൊക്കെ കാണുമല്ലോ, അതിനടുത്ത് ചിലപ്പോൾ ഒരു കിണറും കാണും. ഇരുന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്കൊരു ഇച്ചിരി വിശ്രമിച്ചിട്ട് പോകാം. യേശു കേൾക്കാനായിട്ട് തയ്യാറായില്ല. യേശു നടപ്പിന് സ്പീഡ് കൂട്ടി. കാരണം യേശുവിനറിയാം, അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഒരു ശവപ്പെട്ടി മണ്ണിനടിയിലേക്ക് മാറാൻ പോകുകയാണ്, മണ്ണിനാൽ മൂടപ്പെടുവാൻ പോകുകയാണ്. അതിനു മുമ്പ് എനിക്ക് അവിടെ എത്തിയേ ഒക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം
എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുന്നത് ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പ്ലാന് മനുഷ്യർ തോന്നുന്നു ഇച്ചിരോട് കഴിഞ്ഞാലും സാരമില്ലെന്ന് മനുഷ്യർ പലതിനും അവധി പറഞ്ഞേക്കാം. എന്നാൽ ഇന്ന് ഈ സമയത്ത് ദൈവാത്മാവ് പറയുന്നത് അവധി വെക്കാതെ ചില കാര്യങ്ങളെ സ്പീഡപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ്. ഇന്ന് ദൈവം ശക്തനാണ്. അതിനുവേണ്ടി ദൈവത്തിന് ആഗ്രഹമുണ്ട്. നാം ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അവിടെ നാം ഒക്കെ നാട്ടിലൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് പള്ളിയിലേക്കോ ശവക്കോട്ടയിലേക്കോ ഒക്കെ ശവവുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ആംബുലൻസ് വരുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ പലപ്പോഴും എതിർപെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ശവം വഹിച്ചുകൊണ്ട് ഒരു മഞ്ചം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വരുന്ന സമയത്ത് പൊതുവെ അതിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്ന വാഹനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നടന്നു വരുന്ന ആൾക്കാരാണെന്ന് ചിന്തിക്കുക. ഇവരാരും ഇതിൻ്റെ നടുക്കൂടെ കയറി നടക്കത്തില്ല. ഇവരൊക്കെ ഒരു ശവവുമായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ചേർന്ന് നിന്നു കൊടുക്കും. അവർക്ക് പോകാനായിട്ട് ബഹുമാനത്തോടെ ഒതുങ്ങി മാറിക്കൊടുക്കും. എന്നാൽ യേശു ചെയ്തത് ഈ നൈൻ പട്ടണത്തിലെ വിധവയുടെ മകനെയും വഹിച്ചുകൊണ്ടുള്ള ഈ ശവമഞ്ചവും ചുമന്നുകൊണ്ട് ആൾക്കാർ വരുന്നത് കണ്ടപ്പോൾ സൈഡ് മാറി നിങ്ങൾ അതിലെ അങ്ങ് പൊക്കോന്ന് പറയുകയല്ല ചെയ്തത്. നേരെ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് കടന്നു വരിക യേശു ചെയ്തത്. ഇന്ന് ഈ സമയത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയം കണ്ടിട്ട് യേശു അതിൻ്റെ ഒരു സൈഡ് മാറി ഒതുങ്ങി നിന്നത് കാഴ്ചക്കാരനായിട്ട് നിൽക്കാനായിട്ടല്ല, മറിച്ച് പ്രശ്നത്തിൻ്റെ നേരെ നടുവിലോട്ട് കടന്നു വരുന്ന ഒരു യേശുവാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഈ സന്ധ്യാസമയത്ത് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? യേശു എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് നേരെ കടന്നു വരുന്നവനാണ്. നാം നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല വിധത്തിലുള്ള സമ്മേളനങ്ങളും ആൾക്കൂട്ടങ്ങളും പോകുന്നതും കണ്ടിട്ടുണ്ട്. പല വിധത്തിലുള്ള ഘോഷയാത്രകൾ കണ്ടിട്ടുണ്ട്. പല വിധത്തിലുള്ള പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ 10 തട്ടും കട്ടായമെന്ന് വിളിച്ചു പറഞ്ഞ് മുഷ്ടിയുരട്ടി ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു കല്ലെടുത്ത് എറിയുകയോ വല്ലതും ചെയ്തു, അതൊരു വലിയ സമരമുഖത്തേക്ക് നീക്കപ്പെട്ടു. അവിടെ ഒരു വലിയ തിരിച്ച് ലാത്തിച്ചാർജോ കല്ലേറോ വെടിവയ്പ്പോ ഒക്കെ ആയിട്ട് നടന്ന് ചിലരൊക്കെ അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നു. അതുവരെ പ്രതിഷേധ പ്രകടനമായിട്ട് വന്നത് പിന്നെ ഒരു വിലാപയാത്രയായിട്ട് ചിലർ കരഞ്ഞുകൊണ്ട് ആംബുലൻസെ കൊണ്ടുപോകുന്നു, ചിലർ അതിന് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്നു. ആ സമയം ആ പ്രതിഷേധമായിട്ട് വന്ന ആ സിറ്റുവേഷനെ മാറിപ്പോയി. ആഹ്ലാദ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനങ്ങളുമായിട്ട് വന്നത് അവസാനം വരെ ആഹ്ലാദ പ്രകടനമായിട്ട് പോകാതെ അത് മാറി പ്രതിഷേധ പ്രകടനമായിട്ട് മാറിയ അനേക വിഷയങ്ങൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ വിലാപയാത്രയായിട്ട് വന്നിട്ട് അതൊരു ആഹ്ലാദ പ്രകടനമായിട്ട് മാറി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രതിഷേധ പ്രകടനം വിലാപയാത്രയായിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനം പ്രതിഷേധ പ്രകടനമായിട്ടുണ്ട്. എന്നാൽ വിലാപയാത്ര ആഹ്ലാദ പ്രകടനമായിട്ട് മാറിയത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചരിത്രം തിരുത്തി എഴുതുകയാണ് ദൈവം ചെയ്തത്, യേശു ചെയ്തത്. നമ്മുടെ ജീവിതത്തിലൊരു കാര്യം മനസ്സിലാക്കണം. ആദാമിൻ്റെ കാലം മുതൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, അതുകൊണ്ട് ഇങ്ങനെയേ സംഭവിക്കുകയുള്ളൂ എന്ന് ബുദ്ധി നമുക്ക് പറഞ്ഞു തരുന്നതിൻ്റെ അപ്പുറമായിട്ട് ചരിത്രം തിരുത്തി എഴുതി ഇന്നൊരു പുതിയ കാര്യം ചെയ്യാനായിട്ട് ദൈവം വിശ്വസ്തനാണ്, ദൈവം ശക്തനാണ്. എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട് ഇത്? ദൈവത്തിന് സ്തോത്രം. അവിടെ പ്രതിഷേധ പ്രകടനം വിലാപയാത്രയാകുമ്പോഴോ ആഹ്ലാദ പ്രകടനം പ്രതിഷേധ യോഗം ആകുമ്പോഴോ വിലാപയാത്ര ആഹ്ലാദ പ്രകടനമായി മാറുകയാണ്. അതിന് മുഖാന്തരമായ വിഷയത്തിലേക്കൊന്ന് ടച്ച് ചെയ്യാനായിട്ടാണ് ഞാൻ അവിടെ കടന്നു വന്നത്. യേശു നേരെ കടന്നു വന്നിട്ട് തൃത്വത്തിൽ ദൈവമായ അല്ലെങ്കിൽ ദൈവവും ഞാനും ഒന്നാണെന്ന് പറഞ്ഞ് സാക്ഷാൽ ദൈവമായ ഈ യേശു, മനുഷ്യരൂപപ്പെടുത്ത ഈ യേശു
കടന്നു വന്നിട്ട് അവരോട് പറയാമായിരുന്നു, ഇതൊന്ന് താത്തുവെച്ച്, എന്നിട്ട് ബാല്യക്കാരാ എഴുന്നേൽക്ക, അല്ലെങ്കിൽ അവൻ്റെ കയ്യാൽ പിടിച്ചിട്ട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിക്കാമായിരുന്നു. യേശു ചെയ്തില്ല. യേശു അവിടെ ചെയ്ത ഒരു കാര്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. യേശു ബാല്യക്കാരനെ തൊട്ടില്ല, യൗവനക്കാരനെ തൊട്ടില്ല. യേശു തൊട്ടത് മഞ്ചം തൊട്ടു. എത്ര പേർക്ക് മനസ്സിലായി? യേശു ബാല്യക്കാരനെ തൊട്ടില്ല, യേശു മഞ്ചം തൊട്ടു. എന്താണ് ഈ മഞ്ചം? അമേരിക്കയിലായിരിക്കും, നിങ്ങൾക്കറിയാം. വ്യൂയിങ്ങിന് വേണ്ടിയൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് ഒരു വലിയ പെട്ടിക്കകത്ത് മുഴുവനായിട്ട് തുറന്നു, അല്ലെങ്കിൽ പകുതി അടച്ചു വെച്ചിട്ട് ബാക്കി ഭാഗം തുറന്നു ഒക്കെ വെച്ചിട്ട് ഇതും കൂടെ അടച്ചു കഴിഞ്ഞാൽ അകത്തായി. ഇന്ന് ശത്രു നമ്മുടെ നേരെ ആക്രോശിക്കുന്ന ഒരു വിഷയമുണ്ട്. നിന്നെ ഞാൻ പിടിച്ച് പെട്ടിക്കകത്താക്കുമെന്ന് ശത്രു നമുക്കെതിരെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ആത്മീയ ജീവിതത്തെ ഞാൻ പെട്ടിക്കുള്ളിൽ അടച്ചൊതുക്കി വെക്കുമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ശുശ്രൂഷയെ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് പെട്ടിക്കകത്താക്കുമെന്ന് പറയുന്ന, ആക്രോശിക്കുന്ന ഒരു ശത്രുവുണ്ട്. എന്നാൽ യേശു വന്ന് തൊട്ടത് ആ മഞ്ചത്തല്ല തൊട്ടത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് ദൈവത്തിന് സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു വന്ന മഞ്ചത്തെ തൊട്ടു. ഇന്ന് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഇന്ന് ഈ സന്ധ്യാസമയത്ത് യേശു തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇവിടം കൊണ്ട് നിന്റെ ജീവിതം തീർന്നു, ഇവിടം കൊണ്ട് നിന്റെ ശുശ്രൂഷ തീർന്നു, ഇവിടം കൊണ്ട് നിന്റെ ജോലി തീർന്നു, ഇവിടം കൊണ്ട് നിന്റെ മക്കളെ ഞാൻ അവസാനിപ്പിച്ചു, ഇവിടം കൊണ്ട് നിന്റെ തലമുറകൾക്ക് ഞാൻ സുല്ലിട്ട് മാറ്റിവെക്കുമെന്ന് പറയുന്ന ചില പെട്ടികളെ, ചില മഞ്ചത്തെ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവം തൊടുന്ന ഒരു ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മഞ്ചം തൊട്ടു. മഞ്ചം തൊട്ട് കഴിഞ്ഞപ്പോൾ ചുമക്കുന്നവരെ നിന്നു. ഇന്ന് വളരെ വേഗം അനേക ചില സൊസൈറ്റിയിലുള്ളവര്, സമൂഹത്തിലുള്ളവര് വിഷയങ്ങളെ എടുത്തുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കാനായിട്ടല്ല, മരിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അറിയേണ്ടത് എപ്പോഴാണ് അടക്കുന്നതെന്നാണ്. എത്ര നേരം കൊണ്ട് എടുക്കാൻ, പെട്ടിയെ പിടിക്കാനായിട്ടും എടുത്തോണ്ട് പോകാനായിട്ടും ഒക്കെ ഒത്തിരി സന്നദ്ധ സേവകരുണ്ട്. ഇന്ന് ഒത്തിരി പേര് ചുറ്റുപാടുകളിൽ കണ്ടേക്കാം നിന്നെ ഇവിടം കൊണ്ട് അവസാനിക്കാനായിട്ട്. എന്നാൽ യേശു തൊട്ട് കഴിഞ്ഞാൽ നിന്നെ അവസാനിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഒന്ന് നിൽക്കാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വിഷയങ്ങളെ ദൈവം തൊട്ട് സംസാരിക്കുകയാണ്. ചില എടുത്തുകൊണ്ട് പോയി ശവക്കുഴിയിൽ അവസാനിപ്പിക്കുമെന്ന് ശത്രു പറയുന്ന ചില വിഷയങ്ങളിന്മേൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവം തൊടുന്ന അവസരമാണ്. അതുകൊണ്ടാണ് ഭക്തനായ പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്: ഉയർത്തില്ലെന്ന് ശത്രു പറയുന്ന സമയത്ത്, തകർക്കുമെന്ന് അവൻ ജയഭേരി മുഴക്കുന്ന സമയത്ത് ദൈവം എനിക്ക് വിജയം നൽകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉയർത്തില്ലെന്ന് ശത്രു പറയുമ്പോൾ അത് കണ്ട് ഭയപ്പെട്ട് നിൽക്കാനായിട്ടല്ല, മറിച്ച് മഞ്ചം തൊടാനായിട്ട് ഖപ്പർനഹൂമിൽ നിന്ന് ബന്ധപ്പെട്ട് നടന്നു വരുന്ന ഒരു യേശുവിനെ വിശ്വാസ കണ്ണാൽ കാണുന്നുണ്ടായെങ്കിൽ ഇന്ന് ചില മഞ്ചങ്ങളെ ദൈവം തൊടുവാനായിട്ടിടയായിത്തീരും. അതിനകത്ത് ഇനിയും ഈ പെട്ടി അടച്ച് അകത്താക്കുമെന്ന് പറയുന്ന ചില ജീവിതങ്ങൾ പുറത്തു വരുവാനായിട്ടിടയായിത്തീരും. ഇന്ന് ഈ സന്ധ്യാസമയത്ത് പെട്ടിയുടെ അകത്ത് ഏകദേശമായി എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവം തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാജാവിന് കൊണ്ടൊരു വസ്ത്രം കൊടുക്കാനായിട്ടല്ല ദൈവം ഒരാളിനെ അയക്കുകയല്ല ചെയ്തത്, രാജാവ് രട്ടൊടുത്താനായിട്ടുള്ള കാരണത്തെ തൊടുകയാണ് ചെയ്തത്. ഇന്ന് എലീശ പറയുകയാണ്, നാളെ ഈ നേരത്ത് ഒരു വലിയ അടുത്ത വർഷമോ അടുത്ത മാസമോ അല്ലെങ്കിൽ ഒരു വലിയ കാലയളവിന് ശേഷമുള്ളൊരു സന്ദർഭമല്ല പറഞ്ഞത്, മറിച്ച് നാളെ ഈ നേരത്ത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും.
ഇയ്യോബിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും നാളെ ദൈവം ചെയ്യാൻ പോകുന്ന ചില അത്ഭുതങ്ങളെ. മോശെ ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ അവരോട് വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്നത് നിങ്ങൾ കാണും. അടുത്ത വർഷം ചെയ്തേക്കാമെന്നല്ല, വ്യക്തമായിട്ട് അടുത്ത സമയങ്ങളിൽ ചിലർക്ക് ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ തന്നെ, ചിലർക്ക് പ്രാർത്ഥന കഴിഞ്ഞുള്ള അടുത്ത സമയങ്ങളിൽ തന്നെ ചില വിഷയങ്ങളിന്മേൽ ഉത്തരം ലഭിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയുമോ? ഇന്ന് നീ കണ്ട മിസ്രൈമിനെ ഇനിയും കാണുകയില്ല, ഇന്ന് നീ കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല. അത് അവസാനിച്ചു. നിനക്കെതിരെ ആക്രോശിച്ചു നിന്ന ചെങ്കടൽ നിന്റെ മുൻപിൽ വഴിമാറുമെന്നുള്ളത് മോശെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് അവർ ഏറ്റെടുത്തത് കൊണ്ടാണ് അവർ ഉണങ്ങിയ നിലത്തോട് നടക്കാനായിട്ടിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാളെ ഈ നേരത്ത് ശേക്കലിന് 1 സ്ഥയ ഗോതമ്പും ശേക്കലിന് 2 സ്ഥയ യവവും വിൽക്കുമെന്ന് ദൈവദാസനായ എലീശ വിളിച്ചു പറഞ്ഞു. എങ്ങനെ സംഭവിക്കും? ബെൻഹദദും സൈന്യവും വന്ന് ശമര്യ പട്ടണത്തെ നിരോധിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങുവാൻ പോലും കഴിയില്ല. അകത്ത് പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പിടി അരിയെടുക്കാൻ അരിപ്പെട്ടിയിലില്ല, ഒരു നുള്ളി അരിയെടുക്കാനായിട്ടില്ല. കഞ്ഞി വെച്ച കാലം മറന്നു. അങ്ങനെയുള്ള സമയത്താണ് പറയുന്നത് ഇത്രയും ചീപ്പായിട്ട്, കഴുതത്തലയ്ക്ക് പോലും ഇത്രയും വിലയേറിയ സമയത്താണ് പറയുന്നത് ഇത്ര ചീപ്പായിട്ട്. കൺഫ്യൂഷനാണ്. എങ്ങനെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന, എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിക്കുന്ന ഒരു വിഷയം അതിൻ്റെ പിന്നാലെ ഞാൻ ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. രാത്രിയിൽ ചില കുഷ്ഠരോഗികൾ തീരുമാനിച്ചു നമുക്ക് പോകാം, പാളയത്തിലേക്ക് പോകാം, ഈ പട്ടണത്തിന് വെളിയിൽ വരാം. അകത്ത് കടന്നാൽ നമ്മൾ പട്ടിണി കൊണ്ട് ചാകും, വെളിയിൽ പോയി അവർ നമ്മെ പിടിച്ചാൽ അവർ നമ്മെ കൊല്ലും, എങ്ങനെ ആയാലും ചാകുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ കിടന്നാലും ചാകും, അവിടെ പോയാലും ചാകും, അതുകൊണ്ട് വെളിയിലോട്ട് തന്നെ പോകാം. അവർ പോയി ഒരു കൂടാരത്തിനകത്ത് കയറിയപ്പം കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഭക്ഷണം ആവശ്യത്തിനെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് സ്വർണവും വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും ഒക്കെ അതുമെടുത്തു കൊണ്ട് മറച്ചു വെച്ചു. രണ്ടാമത് ഒരു കൂടാരത്തിലോട്ട് കയറി, അവിടെയും നല്ല ചൂടോടിരിക്കുന്നു കുക്ക് ചെയ്ത് വെച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ ദൈവാത്മാവിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ കുഷ്ഠരോഗികൾ ആ കൂടാരത്തിൽ ചെന്ന സമയത്ത് അവിടെ കുറച്ച് ഗോതമ്പും കുറച്ച് യവവും ഒരു ചാക്കിനകത്തിരിക്കുന്നത് കണ്ടിട്ട് എടാ നമുക്കിതെടുത്ത് പൊടിച്ച് 2 ദോശ ഉണ്ടാക്കി തിന്നാമെന്നല്ല പറഞ്ഞത്. അവിടെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന അപ്പമാണ്, ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരുന്നത്, കഴിക്കാൻ പാകത്തിന് വെച്ചിരുന്നതാണ് അവർ കണ്ടത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം ചില വഴികളെ ഒരുക്കി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഞാൻ തുടക്കമിടുക, ബാക്കി ചെന്ന് നീ സമ്പാദിച്ചുണ്ടാക്കിക്കോ എന്നല്ല പറയുന്നത്. കഴിക്കാൻ പാകത്തിൽ പാകം ചെയ്ത ഭക്ഷണം അവിടെ റെഡിയാക്കി വെച്ചേക്കുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കുഴിക്കാത്ത കിണർ, നട്ടുണ്ടാക്കാത്ത കെട്ടാത്ത വീടും, കുഴിക്കാത്ത കിണറും നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടവും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് ചില ഹൃദയങ്ങളെ ദൈവം തൊട്ട് സംസാരിക്കുകയാണ്. യേശു ശിഷ്യന്മാരോട് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും. നിങ്ങൾ അവിടെ ചെന്നിട്ട് ABCD തൊട്ട് തുടങ്ങാനായിട്ടല്ല പറഞ്ഞത്, വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. ഞാൻ ഈ വിഷയങ്ങളൊന്നും ടച്ച് ചെയ്യാൻ പോലും ഉദ്ദേശിച്ചതല്ല. ദൈവാത്മാവ് ചിലരോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക, ചില പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഞാൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യും, ഇതൊക്കെ എങ്ങനെ ക്രമീകരിക്കുമെന്നുള്ളതിൻ്റെ അപ്പുറമായിട്ട് ദൈവം ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത് ഈ സന്ധ്യാസമയത്ത് ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ. ഭാരപ്പെടുന്ന ജീവിതമേ, ഞാൻ എങ്ങനെ ടാക്സ് കൊടുക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ
യേശു പറയുകയാണ്, നീ ചെന്ന് കടലിലേക്ക് ചൂണ്ടലിടുക, ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിൻ്റെ വായിൽ ഒരു ചതുർദ്രഹ്മ പണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. ഏതെങ്കിലും മീനുണ്ടോ കോയിനും വായിലിട്ട് ഇറക്കാൻ കഴിയാതെ ഇങ്ങനെ പിടിച്ചോണ്ട്? മീനിൻ്റെ ഒക്കെ ഈ നെറ്റയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചൂണ്ടയിട്ടാൽ പോലും ചില ബുദ്ധിമാന്മാരായ മീനുണ്ട്, അത് കക്കിക്കളയും. ചില വേണ്ടാത്ത ഭക്ഷണങ്ങളൊക്കെ അതിൻ്റെ വായിൽ കയറി കഴിഞ്ഞാൽ അത് കക്കിക്കളയും. ചൂണ്ടയൊക്കെ കയറി അത് കോർത്തു പിടിച്ചെങ്കിൽ മാത്രമേ അത് വായിലിരിക്കുകയുള്ളൂ. കോർത്തു പിടിച്ചില്ലെങ്കിൽ അത് ആ ചൂണ്ട ഉൾപ്പെടെ അതങ്ങ് തുപ്പിക്കളയും. എന്നാൽ ഇത് ഈ ചതുർദ്രഹ്മപ്പണവും വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതിന് വാ തുറക്കാനായിട്ട് പേടിയാണ്. ഞാൻ തുറന്നാൽ ഇത് പത്രോസിനും യേശുവിനും വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ്, ഞാൻ വായി തുറന്നാൽ ഇത് വെള്ളത്തിൽ പോയാൽ പിന്നെ പിടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വാ തുറക്കാതെ കൊണ്ട് നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് വിരിച്ചൊരുക്കിയ വൻമാളിക. ഈ കുഷ്ഠരോഗികൾ എന്നപ്പോൾ പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണം അവരെടുത്തു. തിരിച്ചു വന്നിട്ട് കാവൽക്കാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളിങ്ങനെ പട്ടിണി കിടക്കേണ്ട സമയമല്ല, നിങ്ങൾക്ക് വേണ്ടി ചിലതവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കൊള്ളയ്ക്ക് ഇറങ്ങി വരിക. അവര് വിശ്വസിച്ചില്ല. രാജാവിൻ്റെ സന്നദ്ധയിൽ വിവരമെത്തി. രാജാവ് പറഞ്ഞ്, ഇവർ നമ്മളെ പരീക്ഷിക്കുക, പുറത്തിറങ്ങുമ്പോൾ നമ്മളെ പിടിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ്. എന്നാലും ഒരു ഭൃത്യൻ പറഞ്ഞു, നമുക്ക് 2-3 കുതിരയെ തേരിനെയൊക്കെ അയച്ച് രഥങ്ങളയച്ച് ചെക്ക് ചെയ്യാം. നോക്കിയപ്പോൾ അവർ തത്രപ്പാടിൽ ഓടിക്കളഞ്ഞ് വഴിനീളെ വലിച്ചെറിഞ്ഞു പോയതെല്ലാം കിടക്കുന്ന അവർക്ക് മനസ്സിലായി, ഇവരിത് ഇട്ടെറിഞ്ഞേച്ച് പോയതാണെന്ന്. അവർ ചെന്ന് കൊള്ളയിട്ടു, കൊണ്ടുവന്നു. ആരാണ് മുഖാന്തരമായത്? ആ സ്ത്രീകൾ രാജാവിനോട് പറഞ്ഞത്, രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വല്ലതും കഴിക്കാൻ വേണമെന്നാണ്. എന്നാൽ ആരാണ് ഭക്ഷണത്തിന് മുഖാന്തരമായത്? സമൂഹത്താൽ വെറുക്കപ്പെട്ട, സമൂഹത്താൽ അറയ്ക്കപ്പെട്ട കുഷ്ഠരോഗികളാണ് ഒരു വലിയ മിറക്കിളിന് മുൻപിൽ ആയത്. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ ഇവിടെ ഞാൻ ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്ന്, നമ്മുടെ ഹൃദയത്തിലൊക്കെ നമ്മുടെ ബുദ്ധിയിലൊക്കെ പോലെ ഒരു ചിന്താഗതി കാണും, ഇന്നാരും ഒക്കെ വന്ന് എന്നെ സഹായിക്കുമെന്ന്. എന്നാൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെ ചില പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ ദൈവം ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാജാവ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ചില വിഷയത്ത് രാജാവിൽ കൂടെ അല്ല, കുഷ്ഠരോഗികളിൽ കൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച ദൈവമാണ്. ഇന്ന് അതേ ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. അവന് വകഭേദമില്ല, അവന് ആച്ഛാദനമില്ല, അവന് മാറ്റമില്ലാത്തവനായ ദൈവം രാജാവിൽ കൂടെ പ്രവർത്തിക്കേണ്ടത് നിസ്സാരന്മാരായ, സമൂഹത്താൽ വെറുക്കപ്പെട്ടവരായ കുഷ്ഠരോഗികളിൽ കൂടെ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ്. രണ്ടാമത്, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നാം നമ്മോട് തന്നെ പറയും, ഓ ദിസ് ഈസ് നോട്ട് മൈ ജോബ്, എന്നെ കൊണ്ട് ഇത് താങ്ങാനായിട്ടൊക്കത്തില്ല, ഇത് ഇന്നാരും ഒക്കെ ചെയ്യട്ടെ എന്ന്. അതിൻ്റെ ഒരു മറുവശം ഞാൻ പറയാം. കുഷ്ഠരോഗികളെ കൊണ്ട് ഒരു പട്ടണത്തിൻ്റെ വിശപ്പ് മാറ്റാനായിട്ട്, കുഷ്ഠരോഗികളെ കൊണ്ട് ഒരു പട്ടണത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനായിട്ട് ഇടപെട്ടവനായ ദൈവം അശക്തരാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് എന്നെയും നിങ്ങളെയും കൊണ്ട് ഒരു വലിയ അത്ഭുതം പ്രവർത്തിപ്പാനായിട്ട് സാധിക്കും. അനേക ഭക്ഷണമില്ലാതെ വലയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ കുഷ്ഠരോഗികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അവർക്ക് കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഇഷ്ടം പോലെ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ സമ്പാദിച്ചു എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത്. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാരം, വിശപ്പ് കൊണ്ട് അനേകരെ നശിക്കുന്നു. ഈ സമയത്ത് നമ്മൾ മിണ്ടാതിരുന്നുകൂടാ, അവരോട് പറയണം. നമ്മളിൽ എത്ര പേർക്ക് ഈ ആത്മഭാരമുണ്ട്? വിശപ്പ് കൊണ്ട് അനേകർ നശിക്കുന്നു. എനിക്ക് ലഭിക്കുന്നതുണ്ട്, അതുപോരാ, എന്നെ പോലെ വിശക്കുന്ന അനേകരുണ്ട്, അവർക്ക് വേണ്ടി ഈ ഭക്ഷണം ഒന്ന് കൊടുക്കണമെന്ന്. ഈ കുഷ്ഠരോഗികൾ ഒരു നല്ല ഉദാഹരണമാണ്. ഇന്ന്
ക്രൈസ്തവ മേഖലകളിൽ, സംഘടനകളിൽ, സമൂഹങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, കിട്ടുന്നത് മുഴുവൻ കീശയിലിട്ട് എനിക്കും കുടുംബത്തിനും നെയ്ത്തുകാരൻ ചെയ്യുന്നത് പോലെ എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഇങ്ങനെ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം കരുതുന്നത് മാറ്റിയിട്ട് കുഷ്ഠരോഗികൾ ആ ജനത്തിന് വേണ്ടി, അവൻ്റെ സ്വന്തം പട്ടണത്തിന് വേണ്ടി ഒന്ന് ചിന്തിച്ചതുപോലെ ഇന്ന് ഈ സമയത്ത് എത്ര പേരൊരു പുതിയ തീരുമാനമെടുക്കും? കർത്താവേ, ചിലരുടെ വിശപ്പടക്കുവാനായിട്ട് ആത്മീകമായിട്ട് അനേകർ വിശന്ന് മരിക്കുകയാണ് കർത്താവേ. അവരുടെ വിശപ്പടക്കാനായിട്ട് പുറമേ നോക്കുമ്പോൾ ഈ ശക്തിയുള്ളവനല്ല എങ്കിലും അല്പം കൊണ്ട് അധികം പ്രവർത്തിക്കാനായിട്ട് കഴിവുള്ളവൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് ഈ സമയത്ത് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് എത്ര പേർക്ക് സാധിക്കുന്നു? അങ്ങനെ അവർ കൊള്ളയിട്ടു, അവർ മടങ്ങി വന്നു. ധാരാളം ഈ പട്ടണത്തിൽ അനേകർ വിശപ്പ് കൊണ്ടിരിക്കുകയാണ്. രാജാവ് കൈത്താങ്ങൽ കൊടുക്കുന്ന സൂപ്രണ്ടിനോട് പറഞ്ഞു, ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, നീ ഇതിൻ്റെ മേൽ വിചാരകനായിരിക്ക. തലേ ദിവസം ഏലിശ പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ, ഈ ഓഫീസർ ഇപ്രകാരം പറഞ്ഞു, ദൈവം ആകാശത്ത് നിന്ന് കിളിവാതിൽ തുറന്നാലും ഇത് നടക്കാൻ പോകുന്നില്ലെന്ന്. അവൻ കണ്ടിട്ടില്ല, ആകാശത്തുനിന്ന് ഭക്ഷണം വീഴുന്ന അവൻ കണ്ടിട്ടില്ല. പക്ഷേ അവൻ കേട്ടിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ വന്ന സമയത്ത് ദൈവം ആകാശത്തുനിന്ന് ഭക്ഷണം കൊടുത്തു എന്ന് അവൻ കേട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞത്, അന്നങ്ങനെ പറഞ്ഞത് പുസ്തകത്തിലെങ്ങാണ്ട് എഴുതി വച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നങ്ങനെ നടക്കാൻ പോകുന്നില്ല എന്ന് അന്നവൻ പറഞ്ഞു. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അവിശ്വസിക്കരുത്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സംശയിക്കരുത്. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമൻ. സംശയിക്കാതെ വിശ്വസിച്ച് കഴിഞ്ഞാൽ യേശു മാർത്തയോടും മറിയോടും അവിടെ കൂടി നിന്നവരോടും ഇവിടെ സന്നിധിയിൽ അവരുടെ മുൻപിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. സംശയിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇവിടെ ഈ അകമ്പടി നായകൻ, ഈ ഓഫീസർ ഇൻചാർജ് വിശ്വസിച്ചില്ല എന്നുള്ളത് അവൻ പരസ്യമായിട്ട് പ്രസ്താവിക്കുകയും ചെയ്തു. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും ഇത് നടക്കില്ല എന്ന്. അവിടെ ഏലിശ അവനോട് പറഞ്ഞു, നീ ഇത് കാണും, പക്ഷേ ഒരു തരി നിന്റെ വായി പോവേല. നമുക്കറിയാം, അവിടെ ശമരിയയുടെ പടിവാതിൽക്കൽ വലിയ ഉന്തും തള്ളും നടക്കുകയാണ്. ആർക്കെങ്കിലും ഒരിച്ചിര വെള്ളം കിട്ടാനായിട്ട്, ഒരിച്ചിര ഭക്ഷണം കിട്ടാനായിട്ട്, ഗോതമ്പ് യവവും കിട്ടാനായിട്ട് ആൾക്കാർ തിങ്ങിക്കൂടുകയാണ്. അകമ്പടി നായകനെ അതിൻ്റെ മേൽനോട്ടം ഏൽപ്പിച്ചു. ആൾക്കാർ അവനെ തെള്ളിയിട്ടേച്ച് സാധനങ്ങൾ കിട്ടുന്നവർ ഒരു ഗോതമ്പും യവവും എല്ലാവരും വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ചവിട്ടുകൊണ്ട് ഇവൻ മരിച്ചുപോയി. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഇത് സംഭവിക്കുമോ എന്ന് സംശയിക്കരുത്. സക്കറിയാവിനോട് ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സക്കറിയാവ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനായി, എൻ്റെ ഭാര്യയും വയസ്സ് ചെന്നവളായി, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് സംശയിച്ചു. ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം സംഭവിക്കുന്നത് വരെ ഞാൻ നിന്റെ വായിക്ക് സിപ്പിട്ട് പൂട്ടിയിടാൻ പോവാ. നീ സംസാരിക്കാൻ കഴിയാതെ ഊമനായിരിക്കും. ഇന്ന് എപ്പോഴെങ്കിലും ദൈവം പറഞ്ഞത് ദൈവദാസന്മാരിലൂടെ ആയിരിക്കട്ടെ, ദൈവവചനത്തിലൂടെ ആയിരിക്കട്ടെ, ദൈവം പല വിധത്തിലാണ് സംസാരിക്കുന്നത്. പ്രവചനാത്മാവിലോ ദൈവവചനത്തിലൂടെയോ ദൈവ ശുശ്രൂഷകളിലോ ദൈവം പറഞ്ഞത് ഇതിങ്ങനെയൊക്കെ നടക്കുമോ, ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് മുഴങ്കാല് മടക്കാം, ദൈവത്തോട് ക്ഷമ ചോദിക്കാം. കർത്താവേ, ഞാൻ സംശയിച്ചു പോയതിന് എന്നോട് ക്ഷമിക്കണമേ എന്ന്. ഈ മനുഷ്യൻ സംശയിച്ചു. അവൻ അതെന്ന് ഒരു ഗോതമ്പോ യവവോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്
സാധിച്ചില്ല, അവൻ ചവിട്ടുകൊണ്ട് മരിച്ചുപോയി. ദൈവം പറയുന്നതിനെ സംശയിക്കരുത്. ദൈവത്തിന് സ്തോത്രം. രട്ടുടുത്ത ഒരു രാജാവ്, ദേഹം പറ്റെ രട്ടുടുത്ത ഒരു രാജാവ്, ഈ ദേഹം പറ്റെ രട്ടുടുത്തതിൻ്റെ ആ വിഷയത്തെ ദൈവം തൊട്ടു. അവൻ അതിനുശേഷം രട്ടുടുക്കാതെ ഒരു സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്, ഇന്ന് ആരും കാണാതെ രട്ടുടുത്ത അവസ്ഥയിലാണ് ആയിരിക്കുന്നതെങ്കിൽ, ഇന്ന് ആരും കാണാതെ ദേഹം പറ്റെ, പുറമേ നല്ല വസ്ത്രമുണ്ട്, പുറമേ കാണുന്നവർക്കൊക്കെ നല്ല അനുഗ്രഹപ്രദമായ ജീവിതമാണ്, നല്ല കുടുംബമാണ്, എല്ലാം ഉണ്ടെന്ന് പബ്ലിക് പറയുന്നുണ്ടെങ്കിലും അകമേ രട്ടുടുത്ത അവസ്ഥയിലാണെങ്കിൽ ആ വിഷയത്തെ തൊടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു ഭാഗം കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യാക്കോബ് തൻ്റെ മക്കളുമായിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് മക്കളൊക്കെ ആടിനെ തീറ്റാനായിട്ട് പോയി. ഇളയ യോസഫും ബെന്യാമീനും കൂടാരത്തിലുണ്ട്. തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാനായിട്ട് ജോസഫിനെ യാക്കോബ് പറഞ്ഞു വിടുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം അവനെ കൊല്ലണം, ഇവൻ്റെ ദർശനങ്ങൾ ഇതെവിടെ ചെല്ലുമെന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് സഹോദരന്മാർ അവനെതിരെ വട്ടം കൂട്ടി. ഇന്ന് പലപ്പോഴും നമ്മുടെ രക്തബന്ധത്തിലുള്ളവരോ അല്ലെങ്കിൽ നാം പ്രാണന് തുല്യം സ്നേഹിക്കുന്നവരോ നമ്മളോടൊത്ത് സഹകരിച്ചവരോ ആയ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിന്റെ വിശ്വാസം എവിടാ, നിന്റെ ദർശനം എവിടാ, നിന്റെ കാഴ്ചപ്പാട് എവിടാ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ചിലരുണ്ട്. എന്നാൽ അതിനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സന്ധ്യാസമയം ഞാൻ ഓർപ്പിക്കട്ടെ. അവർ സഹോദരന്മാരെ അന്വേഷിച്ച് അവരാടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചെന്നു. ആ സംഭവം ഞാൻ വിവരിക്കുന്നില്ല. അവരവസാനം കൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ കൊടുത്തത് രക്തക്കറ പുരണ്ട ഒരങ്കി. നമുക്കറിയാം, അന്ന് ശാസ്ത്രം ഇത്രയും വളർന്നിട്ടില്ല. DNA ടെസ്റ്റ് ഒന്നും നടത്തി ഇത് ജോസഫിൻ്റെ രക്തം തന്നെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യത്തക്കവണ്ണം അന്ന് ശാസ്ത്രം വളർന്നിട്ടില്ല. അങ്കി അവൻ നിവർത്ത് നോക്കി. യാക്കോബിന് മനസ്സിലായി ഇത് യോസഫിൻ്റെ അങ്കി തന്നെയാണ്. അതിലെല്ലാം രക്തക്കറയും രക്തത്തിൻ്റെ പാടുകളും. മനസാക്ഷിക്ക് വിരോധമായി സാഹചര്യ തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവരിന്ന് യാക്കോബിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഈ വിഷയം ദൈവം എന്നെ ഇന്ന് പ്രേരിപ്പിക്കുന്നതെന്ന്. ചെയ്യാത്ത ചില വിഷയങ്ങളുടെ മുൻപിൽ, മനസ്സാ വാച കർമ്മണ അറിയാത്ത ചില വിഷയങ്ങളുടെ മുൻപിൽ, സമൂഹത്തിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന്, പ്രവർത്തന മേഖലകളിൽ നിന്ന് കുത്തുവാക്കുകൾ ഏറ്റ് പലതിൻ്റെയും മുൻപിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളോട് ഇതിന് സമാനമായ ഒരനുഭവത്തിലാണ് യാക്കോബായിരിക്കുന്നത്. അവൻ തിരിച്ചറിഞ്ഞു, ഇത് യോസഫിന് ഞാൻ ഉണ്ടാക്കിച്ചു കൊടുത്ത അതേ അങ്കിയാണ്. സാഹചര്യ തെളിവുകളെല്ലാം പറയുന്നത് അവൻ മരിച്ചുപോയി. സാഹചര്യ തെളിവുകളെല്ലാം പറയുന്നത് ഒരു കാട്ടുമൃഗം അവനെ ആക്രമിച്ച കാര്യം, രക്തക്കറകളുണ്ട്. സാഹചര്യങ്ങളുടെ തെളിവുകൾക്കപ്പുറമായിട്ട് ഈ സാഹചര്യ തെളിവുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഈ നിഷ്കളങ്കനായ യാക്കോബും, തെറ്റിദ്ധരിക്കരുത്, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ പ്രായമുള്ള യാക്കോബ് വിശ്വസിച്ചു. യെസ്, ജോസഫ് മരിച്ചുപോയി എന്ന് യാക്കോബ് വിശ്വസിച്ചു. സമൂഹം പലതും പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവം ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. യാക്കോബ് അവിടെ ചെയ്തത്, തനിക്ക് പുത്രസമ്പത്തുണ്ട്, ആടുമാടുകളുണ്ട്, ദാസീദാസന്മാരുണ്ട്, ഇതൊക്കെ സമ്പന്നമായ ഒരു കുടുംബമാണെങ്കിലും തനിക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാമായിരുന്നെങ്കിലും അത് മാറ്റിയിട്ട് 37 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കാണുന്നത് രക്തശീല ഉടുത്ത ഒരു യാക്കോബ്.
അതിൻ്റെ മുൻപോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. യാക്കോബ് അവിടുന്ന് പോയി, ചില പ്രത്യേക ഘട്ടങ്ങളിലൂടെ അവൻ കടന്നുപോയി. ഇന്ന് ആര് അങ്കി ഊരി മാറ്റിയോ അവര് ഒരു പുതിയ അങ്കിയുടെ മുൻപിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ആരൊക്കെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മുൻപ് ചില കാര്യങ്ങൾ അടിച്ചു മാറ്റാനായിട്ട്, തനിനാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു മാറ്റാനായിട്ട്, അല്ലെങ്കിൽ അങ്കികൾ ഊരി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ, അവരുടെ മുൻപിൽ ഏതങ്കി ഊരി മാറ്റിയോ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അങ്കി ഇടിവിച്ച് നിർത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രക്കാരുടെ പ്രമാണിയും 2 സ്വപ്നം കണ്ടു. യോസഫ് അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. യോസഫ് പാനപാത്രമാരുടെ പ്രമാണിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ കൊട്ടാരത്തിൽ ചെല്ലുമ്പം എന്നെ ഒന്ന് ഓർത്തോണം, രാജാവിനോട് പറയണം, ഞാൻ കുറ്റം ചെയ്തിട്ടല്ല ഇവിടെ ആയിരിക്കുന്നത്, രാജാവിനോടൊന്ന് പറയണം. ഒന്ന് ചിന്തിക്കുക, അവൻ അവിടെ ചെന്നു, കൊട്ടാരത്തിലൊക്കെ പാനപാത്രവാഹന്റെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. രാജാവ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ചെന്ന് പറഞ്ഞ്, രാജാവേ, തടവറയിൽ ഇങ്ങനെ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ കുറ്റം ചെയ്തിട്ടൊന്നും അല്ല, ഇത് ചതിവിൽ പറ്റിയതാണ്, അവനെ ഒന്ന് രക്ഷിക്കണം. രാജാവ് പറഞ്ഞു, ശരി, അവനെ ചെയ്തു, എന്നിട്ട് നിന്റെ കൂടെ ഒരു സെർവൻ്റായിട്ട് നിർത്തിക്കൂ. അന്ന് അങ്ങനെ അവൻ രാജാവിനോട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ പാനപാത്രവാഹകന്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് സ്റ്റിവാർഡെന്നോ ഷെഫെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെയിം ബോർഡും ഒക്കെ വെച്ച് അവൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ട് നിൽക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് അവൻ അങ്ങനെയുള്ള ഒരു ഉടുപ്പേ അന്ന് കിട്ടത്തുള്ളായിരുന്നു. ഒരടുക്കളക്കാരൻ്റെയോ ഒരു സെർവൻറ്റിൻ്റെയോ ഒരു സ്റ്റിവാർഡിൻ്റെയോ ഒക്കെ ആയിട്ട് ഒരു ഡ്രസ്സേ അവന് കിട്ടത്തുള്ളായിരുന്നു. എന്നാൽ ആ ഡ്രസ്സ് അവന് കിട്ടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതിനെക്കാട്ടിൽ ശ്രേഷ്ഠനായ മിസ്രൈമിലെ 2ാമനായിട്ട് ഉയർത്തപ്പെടുന്ന ഒരു വലിയ പദവിയുടെ ഡ്രസ്സ് അവൻ ഇടിയിക്കാൻ വേണ്ടിയാണ് അന്ന് ആ ഡ്രസ്സ് അവന് നഷ്ടപ്പെടുവാനായിട്ടിടയായി തീർന്നത്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഇന്നാരൊന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇത് നടന്നേനെ, ഇന്നാരൊന്ന് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നടന്നേനെ. അന്ന് ആളിത് പറയാതെ മാറ്റിവെച്ചത്, അതിനെക്കാട്ടിൽ ശ്രേഷ്ഠമായ ചിലത് ദൈവം ഒരുക്കി വെച്ചത് വെളിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് യോസഫ് എത്തി. അത് പറയാൻ വേണ്ടിയല്ല ഞാൻ, അത് വേറൊരു വിഷയമായിട്ട് അവിടെ നിൽക്കട്ടെ. അവൻ്റെ സഹോദരന്മാർ എന്ന് ഇതൊക്കെ പറഞ്ഞ് മിസ്രൈമിൻ്റെ ഫറവോനോട് യോസഫ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫറവോൻ പറഞ്ഞു, നിന്റെ അപ്പനെയും പ്രിയപ്പെട്ടവരെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. യോസഫ് അവിടുന്ന് ഇങ്ങോട്ട് ചെയ്ത ചില കാര്യങ്ങൾ അതിൻ്റെ 45-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു. ജോസഫ് അവിടുന്ന് രഥങ്ങൾ അയച്ചു. രഥങ്ങൾ കണ്ട് തന്നെ കയറ്റിക്കൊണ്ടുപോകാൻ വന്ന രഥങ്ങൾ കണ്ടപ്പോൾ യാക്കോബ് ചൈതന്യം പ്രാപിച്ചു. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി ഓർപ്പിക്കട്ടെ. ചില രക്തശീലകൾ അഴിച്ച് സ്വർഗത്തിൽ നയിക്കുന്ന ചില വിഷയങ്ങൾ, ചില മെസ്സേജുകൾ, സ്വർഗത്തിൽ നയിക്കുന്ന ചില നന്മകൾ കണ്ടിട്ട് ഇന്ന് ഈ സമയത്ത് ചില ജീവിതങ്ങളിൽ, ചില കുടുംബങ്ങളിൽ ചൈതന്യം പ്രാപിപ്പാനായിട്ടിടയായി തീരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൻ്റെ രട്ടുമാറ്റി യോസഫ് അയച്ച രഥങ്ങളെയും കുതിരകളെയും കണ്ടപ്പോൾ യാക്കോബിന് തൻ്റെ ജീവിതത്തിൽ ചൈതന്യം വന്നു. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവേ ഒരു ചൈതന്യം വരണം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോബിനോട് ചോദിച്ചാൽ യോബ് പറയും, അന്ന് തൈല നദികൾ ഒഴുകിയിരുന്നു. യൗവനക്കാരെന്നെ കണ്ടാൽ ഓടി ഒളിക്കുമായിരുന്നു, വൃദ്ധന്മാരെന്നെ കണ്ടാൽ എഴുന്നേൽക്കുമായിരുന്നു. ഒരു വലിയ പണ്ടത്തെ അനുഭവം എനിക്കൊന്ന് മടക്കി നൽകുമാറാകണമേ എന്ന് യോബ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ചൈതന്യം വേണം. രട്ട് നീക്കി ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ എൻ്റെ രട്ട് നീക്കി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശാരീരികമായ വിഷയങ്ങളുടെ മുൻപിൽ എൻ്റെ രട്ടൊന്ന് മാറ്റപ്പെടണം. എൻ്റെ ആത്മീകമായ ജീവിതത്തിൽ എൻ്റെ രട്ടൊന്ന് മാറ്റപ്പെടണം. എൻ്റെ ശുശ്രൂഷയുടെ മേഖലകളിൽ എൻ്റെ രട്ടൊന്ന് മാറ്റപ്പെടണം. ഞാൻ ഇതിൻ്റെ രട്ട് മാറ്റി സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്
അല്പസമയം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രട്ടുനീക്കി സന്തോഷമുടിപ്പിക്കുന്നവരായ ദൈവം ചില ജീവിതങ്ങളെ രട്ടിന് മുഖാന്തരമായിരിക്കുന്ന ചില വിഷയങ്ങളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. രട്ടിന് മുഖാന്തരമായിട്ട് കണ്ണിനെ ഈർണണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ രട്ടിന് മുഖാന്തരമായ വിഷയങ്ങളിന്മേൽ ദൈവത്തിൻ്റെ കരസ്പർശനം, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരസ്പർശനം വെളിപ്പെടുത്തുന്ന ദിവസമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ജീവിത സാഹചര്യങ്ങളുടെ തെളിവുകൾ നിമിത്തം രട്ടുഴുത്തൊരു യാക്കോബിന് യോസഫ് അയച്ച ചില വിഷയങ്ങൾ കണ്ടപ്പോൾ, ഉത്തരം കണ്ടപ്പോൾ ചൈതന്യം വന്നതുപോലെ ദൈവം അയക്കുന്ന ചില മറുപടികൾ കണ്ട്, ദൈവം പ്രാർത്ഥനയ്ക്ക് നൽകുന്ന ചില വിഷയങ്ങളുടെ ഉത്തരങ്ങൾ കണ്ട് ചൈതന്യം പ്രാപിക്കുന്ന അവസ്ഥ മുൻപിലുണ്ടെന്ന് ഈ സമയം ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രട്ടുപുതച്ച് ജീവിതകാലം മുഴുവൻ ജീവിപ്പാനായിട്ടല്ല, മറിച്ച് രട്ടിനെ അഴിച്ചു മാറ്റുന്ന ഒരു ദൈവം. പാപത്തിൻ്റെ രട്ട് ദൈവം അഴിച്ചവനാണെങ്കിൽ ആ പാപത്തിൻ്റെ രട്ട് അഴിച്ചപ്പോൾ തന്നെ അതോടുകൂടെ ചില അനുഭവങ്ങളും കൂടെ ഇന്ന് ഈ സന്ധ്യാസമയത്ത് നമ്മുടെ ആരാധനാ മധ്യത്തിൽ, നമ്മുടെ കൂടിവരവിൻ്റെ മധ്യത്തിൽ നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു മനുഷ്യന് വിമാനയാത്രകളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് കപ്പലിൽ യാത്ര പുറപ്പെട്ടു. ഞാനത് കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്നതായിട്ട് ചിത്രീകരിക്കട്ടെ. അവന് യാത്ര പുറപ്പെടുന്നതിന് തലേ ദിവസം പോയി കുറേ ബ്രെഡ് വാങ്ങിച്ചു വെച്ചു, കുറേ കുപ്പികൾ ജാം വാങ്ങിച്ചു വെച്ചു. ആരും കാണാതെ ഷൂട്ട് കേസിനകത്ത്. കപ്പലിനകത്ത് ബെല്ലടിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി, ലഞ്ചിന് സമയമായി, ഡിന്നറിന് സമയമായി, എല്ലാവരും പോകും. ഈ മനുഷ്യൻ ഒതുങ്ങി തൻ്റെ മുറിയിലേക്ക് പോയിട്ട് താന് ബ്രെഡും എടുത്ത് ജാമും പുരട്ടി ആരും കാണാതെ കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ജാമും, ലഞ്ച് ബ്രെഡും ജാമും, ഡിന്നർ ബ്രെഡും ജാമും. ഇടയ്ക്ക് വന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ ചോദിക്കും, ഡിന്നറൊക്കെ കഴിച്ചു? ആ കഴിച്ചു. പക്ഷേ ചില ദിവസങ്ങൾ ബ്രെഡും ജാമും മാത്രം ഇയാളിൻ്റെ മുഖമൊക്കെ ശോഷിക്കാൻ തുടങ്ങി. മറ്റവരൊക്കെ നല്ല ഇതായിട്ടാണ്, നല്ല ഉന്മേഷവാന്മാരായിട്ടിരിക്കുകയാണ്. ഒരു ദിവസം സംസാരിച്ചപ്പോൾ ആ കപ്പിത്താൻ ഈ മനുഷ്യനെ ഡൈനിങ് ഹാളിൽ നിന്നും കാണാഞ്ഞതുകൊണ്ട് ഒരു ദിവസം വന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ മനുഷ്യനോട് കപ്പിത്താൻ ഇപ്രകാരം പറഞ്ഞു, പ്രിയ സ്നേഹിത, നിന്റെ 3 നേരത്തെ ഭക്ഷണം ഈ കപ്പലിൻ്റെ വാടക ഇനത്തിൽ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നിനക്ക് 3 നേരവും സമൃദ്ധമായിട്ട് കഴിക്കാനുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഇതറിയാതെ ബ്രെഡും ജാമും തന്നെ തേച്ച് ജീവിക്കുന്ന അവസ്ഥയിലാണ് ഇന്നായിരിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന, ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുന്നതിന് മുന്നമേ പോയി വിശ്രാമ സ്ഥലം ഒരുക്കി അവർക്ക് വേണ്ടിയതെല്ലാം ഒരുക്കിയവനായ ദൈവം ബ്രെഡും ജാമും തന്നെ തേച്ച് ദിവസങ്ങൾ ജീവിപ്പാനായിട്ടല്ല, മറിച്ച് ഈ കപ്പൽ യാത്രയോടുകൂടെ യാത്രയിൽ വേണ്ടിയതെല്ലാം അവൻ കരുതിയിട്ടുണ്ട്. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, മെലിത്താ ദ്വീപിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറിയ സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കപ്പലിൽ കയറ്റി തന്നു. അല്പമായിട്ടല്ല, ആവശ്യമുള്ളതെല്ലാം ആത്മീകവും ഭൗതികവും ശാരീരികവുമായി ആവശ്യമുള്ളതെല്ലാം കപ്പലിൽ കയറ്റി തരുവാനായിട്ട് വിശ്വസ്തനായവനാണ് നാം സേവിക്കുന്ന ദൈവം. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവൻ. ശകലം നിർവഹിക്കുന്നവനല്ല, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവൻ. എത്ര പേർക്ക് രട്ടിൻ്റെ അവസ്ഥകൾ മാറ്റി സകലവും നിർവഹിക്കുന്ന ഈ ദൈവം നമ്മുടെ ജീവിതത്തിലെ ഈ ദിവസങ്ങളിൽ ഒരു വലിയ അനുഗ്രഹം നൽകുവാനായിട്ടിടയായി തീരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ.